ഏഷ്യാകപ്പിൽ ഇന്ത്യയുടെ ആദ്യ മത്സരത്തിൽ സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പറായി. ടീമിൽ 3 സ്പിന്നർമാരുമായി ഇന്ത്യയുടെ 11-അംഗ ടീം. ഓപ്പണറായി ശുഭ്മാൻ ഗിൽ കളിക്കും. രുജീഷ് വി രവീന്ദ്രൻ ചേരുന്നു. രുജീഷ്, ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ കാത്തിരുന്ന വാർത്തകൾ എത്തുകയാണ്. ഒപ്പം സഞ്ജു ആരാധകരും അല്ലേ? തീർച്ചയായും ലക്ഷ്മി, ഇന്ത്യയുടെ 1-ാം നമ്പർ വിക്കറ്റ് കീപ്പർ ആരാണ് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം തന്നെ ആദ്യ മത്സരത്തിൽ തന്നെ നൽകുകയാണ്. സഞ്ജു സാംസൺ തന്നെയാണ് എന്തായാലും ഭാവിയിൽ ഇന്ത്യയുടെ 1-ാം നമ്പർ വിക്കറ്റ് കീപ്പറായി തന്നെ പരിഗണിക്കുന്നത് എന്ന ഒരു കൃത്യമായ സൂചന ആദ്യ മത്സരത്തിൽ തന്നെ നൽകുകയാണ്. സഞ്ജു ഓപ്പണറായി ടീമിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും വിക്കറ്റ് കീപ്പർ സ്ഥാനം സഞ്ജുവിന് എന്ന് തന്നെ ഉറപ്പിച്ചാണ് സഞ്ജുവിനെ വിക്കറ്റ് കീപ്പറായി ഇന്ത്യയുടെ ഈ ആദ്യ മത്സരത്തിൽ തന്നെ ഇറക്കുന്നത്. എന്തായാലും ഓപ്പണിംഗിൽ സഞ്ജു ഇറങ്ങില്ല എന്ന് വ്യക്തമാണ്. കാരണം അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ശുഭ്മാൻ ഗിൽ കൂടി ടീമിൽ ഇടം പിടിച്ചതിനാൽ ശുഭ്മാൻ ഗില്ലാണ് ഓപ്പണിംഗിൽ ഇറങ്ങുക. ആ ഓപ്പണിംഗ് സ്ലോട്ട് ഇല്ലെങ്കിൽ കൂടി ടീമിൽ സഞ്ജുവിന്റെ സ്ഥാനം ഉറപ്പാണ് എന്ന് വ്യക്തമാക്കിയാണ് ഈ ടീം ലൈനപ്പ് ഉള്ളത്. വളരെ ശക്തമായ ഒരു നിരയാണ് ഇന്ത്യ ആദ്യ മത്സരത്തിൽ തന്നെ ഇറക്കുന്നത്. 8ഓളം നന്നായി തന്നെ ബാറ്റ് ചെയ്യാൻ പറ്റുന്ന 8-ാം നമ്പർ വരെ നന്നായി തന്നെ ബാറ്റ് ചെയ്യാൻ സാധിക്കണം എന്ന തരത്തിലാണ് ടീമിനെ നിർണയിച്ചിരിക്കുന്നത്. അതോടൊപ്പം 7 ബൗളിംഗ് ഓപ്ഷൻ എങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ് ടീം ഉള്ളത്. അതോടൊപ്പം സ്പിന്നർമാർക്ക് നമുക്കറിയാം UAE ട്രാക്ക് സ്പിൻ ട്രാക്കാണ്. ആ തരത്തിലാണ് സ്പിന്നിന് അനുകൂലമായ പിച്ചാണ് ആ UAE മത്സരത്തിൽ, ദുബായിലെ മത്സരത്തിൽ നമ്മൾ സാധാരണ കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്പിന്നർമാർക്ക് അവസരം നൽകാനാണ് ഇന്ത്യ ശ്രമിച്ചത്. വരുൺ ചക്രവർത്തി, കുൽദീപ് യാദവ് എന്നിവർക്കൊപ്പം അക്ഷർ പട്ടേലിന് കൂടി ടീമിൽ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ എന്ന തരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജസ്പ്രീത് ബുംറ മാത്രമാണ് ഒരു സ്പെഷ്യലിസ്റ്റ് പേസർ എന്ന നിലയിൽ ടീമിലുള്ളത്. ഹാർദിക് പണ്ഡ്യക്കായിരിക്കും പേസിന്റെ മറ്റൊരു ചുമതല ഉണ്ടാവുക. അഭിഷേക് ശർമ്മയെ കൂടി ടീമിൽ ബൗളിംഗിന് വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നൊരു ഓപ്ഷൻ അവിടെയുണ്ട്. ശിവം ദുബെ കൂടി ബൗളിംഗിന് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ ടീമിലുണ്ട്. അത്തരത്തിൽ 7 ബൗളിംഗ് ഓപ്ഷനെങ്കിലും ഉപയോഗിക്കാവുന്ന തരത്തിൽ 8ഓളം ബാറ്റർമാരെ കൃത്യമായി തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ ആ തരത്തിൽ വളരെ ശക്തമായ ഒരു ടീമിനെ തന്നെയാണ് ഇന്ത്യ ആദ്യ മത്സരത്തിന് ഇറക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഞ്ജു സാംസൺ ഓപ്പണിംഗിൽ ഇല്ലെങ്കിലും 5-ാം നമ്പറിലാണ് സഞ്ജുവിനെ തീരുമാനിച്ചിരിക്കുന്നത്. വളരെ ശക്തമായ ഒരു നിരയെ തന്നെയാണ് ആദ്യ മത്സരത്തിൽ UAE-ക്കെതിരെ ഇന്ത്യ തയ്യാറാക്കിയിരിക്കുന്നത്. ലക്ഷ്മി, ഏഷ്യാകപ്പിൽ ഇന്ത്യയുടെ ആദ്യ മത്സരത്തിൽ സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പറായി ടീമിൽ ഉണ്ട് എന്നുള്ളതാണ് പങ്കുവയ്ക്കാനുള്ള ഏറ്റവും പുതിയ വാർത്ത. സഞ്ജു ആരാധകർ കാത്തിരിക്കുന്ന ആ വാർത്തയും.